കേരള റീൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേയിൽ കൂടി കൊല്ലത്തേക്ക് പോകുമ്പോൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ ചുവട്ടിലിറങ്ങുക. പടിഞ്ഞാട്ട് 5 മിനിറ്റ് നടക്കുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ ചാകരയാണ് തോട്ടപ്പള്ളി ഹാർബർ. ഇവിടെ ചൂര ഐസിട്ട് കയറി പോവുകയാണ്. ഐസിട്ട് ഈ ലോറിയിലേക്ക് പോകുന്നു. കിടിലൻ ലോറിയാണ്. ചൂര പച്ചയ്ക്ക് വെച്ച തിളങ്ങുന്ന ചൂര. യൂട്യൂബ് എന്നാ വിലയാ? കിലോ 200 രൂപയാണ് വില. 200 രൂപ നല്ല വില കൂടുതലാണ്. മീൻ പൊതുവെ കുറവായതിനാൽ വില കൂടുതലാണ്. 1 കിലോയ്ക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ 200 രൂപ. പക്ഷേ മീൻ പച്ചയ്ക്ക് വെച്ചാൽ തിളങ്ങുന്നു, നീല കളർ. അവിടെ ഐസിട്ട് പാക്ക് ചെയ്യുന്നു. ചെറിയ കച്ചവടക്കാരന് ഇച്ചിരി വിറ്റു, ഏകദേശം 20 രൂപ. ചെറിയൊരു കച്ചവടക്കാരൻ ഈ വലിയ ലോറിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ബാക്കി ഇവർ ഐസിട്ട് ലോങ് റൂട്ടിലേക്ക് പോകുന്നു. പച്ചയ്ക്ക് വെച്ച തിളങ്ങുന്നു, നീല കളർ. നമ്മുടെ അവിടെ വരുമ്പോൾ ഈ നീല കളർ മാറി വെള്ളി കളറാവും. പച്ചയ്ക്ക് വെച്ചിട്ട് പുറമെ ഭാഗം നീല കളർ. നിറച്ച് വണ്ടികൾ മീൻ കൊണ്ടുപോകാൻ തയ്യാറായി കിടക്കുന്നു. ഇവിടെ പെട്ടികളിലെല്ലാം മീൻ നിറച്ച് പാക്ക് ചെയ്ത് ഐസിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ചെറിയ കച്ചവടക്കാരൻ ചെറിയ വണ്ടിയിൽ മീനുമായി പോവുകയാണ്. ലേഡീസ് വള്ളങ്ങളിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. ഇവിടെ വില കൂടുതലാണ്. 1 കിലോ 300 രൂപ. 300 രൂപ ചൂര. കൊട്ടകളൊക്കെ റെഡിയായിരിക്കുന്നു. വള്ളത്തിൻ്റെ പേര് നിലവിളക്ക്. നിറയെ ചൂരയാണ്. അപ്പുറത്ത് ആനന്ദത്തിലും നിറയെ ചൂരയാണ്. അങ്ങേറ്റം ശബരിമലയിൽ ചൂടൻ കൊഴുവ ഇന്ന് നല്ല വിലയുണ്ട്. ഇന്ന് 1 കിലോയ്ക്ക് 100 രൂപ. കാരണം മീൻ കുറവാണ്. കൊല്ലത്ത് 1 കിലോ 10 രൂപ ചൂടന്. ഇവിടെ ആലപ്പുഴയിൽ 1 കിലോ 100 രൂപ. ചൂര വരുന്നുണ്ട്. ചൂര അടുക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പാല് മേളിലോട്ട് നിൽക്കുന്നു. ചൂരയുടെ നിലവിളക്കിൽ നിന്ന് ചൂര പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിലവിളക്ക് വെള്ളം ഇഷ്ടംപോലെ ചൂരയുണ്ട്. ഇവിടെ ഒരാൾ തൊട്ടടുത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ മീനുണ്ട്. തൊട്ടടുത്ത് കൊക്ക് നിൽക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സാണ്. ആ വള്ളം ഇപ്പോൾ വന്നു. നിറച്ച് മീനാണ്. ഈ വെള്ളത്തിൽ നിന്ന് ചൂര വരുന്നു. ചൂര നിറയെ ചൂര. അടുക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ അടുത്താക്ക് പാസ് ചെയ്തു. എല്ലാവരും കാത്തിരിക്കുന്നു. കുറച്ച് പേര് ബ്രോക്കർമാരാണ്, കുറേ പേര് ലോഡിങ്ങുകാരാണ്. ഓരോ യൂണിയൻ്റെയും തൊഴിലാളികളാണ്. ഇവിടെ ലേലം വിളിയാണ്. 145. വില കുറഞ്ഞു. 145 രാവിലെ 200 ആയിരുന്നു. ഇപ്പോൾ കിലോ 145. ചൂര കയറി വരുന്നുണ്ട്. ഇഷ്ടം പോലെ
അത് കാരണം വില കുറഞ്ഞു. 200 ആയിരുന്നത് 145 വരെയായി. അവിടെ ചൂര വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. ചെറിയ കച്ചവടക്കാരൻ എടുത്തു 50 കിലോ ചൂര. യമഹ റിപ്പയർ ചെയ്യുന്നു. ഉച്ച കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോകേണ്ടതാണ്. പെട്ടെന്ന് റെഡിയാക്കുന്നു. എന്തോ മിസ്റ്റേക്ക് പറ്റി, കേടായിപ്പോയി. വണ്ടികൾ നല്ല കിടിലൻ വണ്ടികൾ, ഗജരാജന്മാരെ പോലെ നിരന്ന് കിടക്കുന്നു. ഇതിലാണ് മീൻ പല സ്ഥലങ്ങളിലേക്കായി കയറി പോകുന്നത്. ചൂര ഐസിൻ്റെ ചൂര കയറി വരുന്നു. നല്ല ഭംഗിയുള്ള അടുക്ക്. 1 കിലോയ്ക്ക് ഇത്ര രൂപ എന്ന രീതിയിലാണ് ലേലം വിളി. 1 കിലോ 145 വെച്ച് കയറിപ്പോകുന്നു. വീണ്ടും ചൂര. ഇപ്പോൾ മൊത്തം വരുന്നതെല്ലാം ഒറ്റ കമ്പനി എടുക്കുകയാണ്. 145 വെച്ച് എക്സ്പോർട്ടിങ്ങുകാരാണ്. അവർ അയച്ചിട്ട് എറണാകുളത്തേക്ക് കയറി പോകുന്നു. ബ്രോക്കർ. വീണ്ടും ചൂര കയറി വരുന്നു. ആ 2 വള്ളങ്ങളും നിറച്ച് ചൂരയാണ്. കുറച്ച് മുമ്പ് ചൂടനൊക്കെ ആയിരുന്നു. ചൂര ചൂര വീണ്ടും ചൂര. അപ്പോൾ ഒന്ന് ആനന്ദം വള്ളം മീൻ ഇറക്കിയിട്ട് പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് അടുത്ത റൗണ്ട് പിടിക്കാൻ പോകുന്നു. ആനന്ദം 2 വള്ളം ഇവിടെ മീനെ ഇറക്കുന്നു. നിറച്ച് ചൂര. വള്ളങ്ങളിങ്ങനെ നിരനിരയായി കിടക്കുന്നു അങ്ങേറ്റം വരെ. അതുപോലെ ഇവിടെയും നിരനിരയായി അങ്ങേറ്റം വരെ കിടക്കുന്നു. ചെറിയൊരു വള്ളം മീൻപിടുത്തക്കാരുമായി വരുന്നു. പുറംകടലിൽ കിടക്കുന്ന വലിയ വള്ളത്തിലെ മീൻപിടുത്തക്കാരെ കരയ്ക്ക് കൊണ്ടിറക്കുകയാണ്. വലിയ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ എടുക്കാൻ പാടാണ്. കാരണം അതിൻ്റെ അടിയിലെ പ്രൊപ്പല്ലർ താഴെ മുട്ടും. കാരണം ഇവിടെ ആഴക്കുറവാണ്. ആഴക്കുറവുള്ള സ്ഥലത്ത് ബോട്ടെടുക്കാൻ എളുപ്പമായതിനാൽ ചെറിയ വള്ളങ്ങളാണ് ഇവിടെ വന്ന് എടുക്കുന്നത്. അവരെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. 2 ടീമുകൾ ചൂരയുമായി വരുന്നു. ചൂര കണ്ടും ചൂരയാണ്. 135 രൂപ തൂക്കും. 135 രൂപ തൂക്കും. 35 135 135 1 കിലോ 135 135 135 135 വില വീണ്ടും കുറഞ്ഞു. 135 തൂക്കം. 130 കുറവില്ല. 135 രൂപ തൂക്കം. അല്ല പിന്നെ ചേട്ടാ ഞങ്ങൾ ഇതിന് 10 കൊടുക്കും. അവർ മണ്ടന്മാരായി 135 രൂപ തൂക്കം. 140 140. രാവിലെ ചൂരയ്ക്ക് 200 രൂപയായിരുന്നത് ഇപ്പോൾ 140 വരെയായി. കുറഞ്ഞു വരുന്നു. എടുക്കാൻ ആളില്ല, അതാണ്. ഈ വെള്ളത്തിൻ്റെ പേര് ക്രിസ്റ്റി. ശബരിമല വള്ളം മീനിറക്കിയിട്ട് തിരിച്ചു പോകുന്നു. ഉച്ച കഴിഞ്ഞ് അടുത്ത റൗണ്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. അതുവഴി അങ്ങനെ പോയി ആ റൈറ്റ് സൈഡ് മൂലയ്ക്ക് കടലിലേക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇവിടെയാണ് വള്ളങ്ങളെല്ലാം ഉള്ളിലേക്ക് വരുന്നത്. ഇതാണ് ഹാർബർ. ഏകദേശം ഒരു 5 ഏക്കർ ഏരിയ ഒരു തടാകം പോലെ റൗണ്ട് അടിച്ച് ഇവിടെ കിടക്കുന്നു. അങ്ങനെ ഇടുമ്പോഴുള്ള ഗുണം ഇവിടെ തിരമാലയില്ല. വള്ളങ്ങൾ അടുത്ത് സേഫ്റ്റി ആയിട്ട് വള്ളങ്ങൾക്ക് അപകടം പറ്റാതെ മീനിറക്കാൻ പറ്റുന്നു. അതാണ് തോട്ടപ്പള്ളി ഹാർബറിൻ്റെ പ്രത്യേകത. ഏത് കാറ്റും കോളും ഉള്ളപ്പോഴും ശാന്തമായി ഇവിടെ മീനിറക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവരിറക്കിയിട്ട് പുറംകടലിലേക്ക് തിരിച്ചു പോകും. ഇഷ്ടംപോലെ വണ്ടികൾ മീനെടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കിടക്കുന്നു. വണ്ടികളൊക്കെ നല്ല കിടിലൻ വണ്ടികളാണ്. ഓൾ ഇന്ത്യ നാഷണൽ പെർമിറ്റ് വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്.
ഇവിടെ നിന്നാൽ ഭയങ്കര വ്യൂ ആണ്. ഇത് ഇച്ചിരി ഉയർന്ന പ്രദേശമാണ്. തൊട്ടപ്പള്ളി ഹാർബറിൻ്റെ ഒരു ഉയർന്ന ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ എടുക്കുകയാണ്. മൊത്തമുള്ള ഹാർബറുകളിൽ മനോഹരമായൊരു ഹാർബറാണ് ഈ ഹാർബർ, ആലപ്പുഴയിലെ തോട്ടപ്പള്ളി ഹാർബർ. വള്ളങ്ങൾ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ബിരിയാണി കച്ചവടം. ഒരു ബിരിയാണി 100 രൂപ. ഇവിടെ ഐസ്ക്രീം. ഇവരെല്ലാം മീൻപിടുത്തം കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. ഓരോ കിറ്റ് കറി വെക്കാനുള്ള മീനുമായിട്ടാണ്. ചെറിയ കച്ചവടക്കാർ ഐസിട്ട് പാക്ക് ചെയ്ത് കയറി പോകുന്നു. എല്ലാം ചെറിയ പാർട്ടികളാണ്. 200 രൂപ. 4 യൂര 200 രൂപ. അവിടെ ആയില്ല. ഏകദേശം 2 കിലോ 200 രൂപ. ആയില്ല. ഏകദേശം മീനൊക്കെ ഒതുങ്ങി. പക്ഷേ ഇവർ പറഞ്ഞത് ഇനിയും വള്ളങ്ങൾ വരാനുണ്ടെന്നാണ്. എന്തായാലും അല്പം കൂടെ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത വള്ളം വന്നു. ശ്രീകോവിൽ ചൂരയാണെന്ന് തോന്നുന്നു. അത് നിലവിളക്കിലും ചൂരയായിരുന്നു. ഇറക്കിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. തീർന്നു. ഇവിടെ ഇപ്പോൾ വന്നതാണ്. ഇറക്കാൻ പോകുന്നു. ഈ വെള്ളത്തിലും ചൂരയാണ്. ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചൂര താമസിച്ചു പോയി. രാവിലെ ആയിരുന്നെങ്കിൽ കിലോ 200 രൂപ വെച്ച് കിട്ടിയേനെ. ഇപ്പോൾ 140 ആയി. വില കുറഞ്ഞു. നല്ല അടുക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത വള്ളം വരുന്നു. അണയാദീപം. വള്ളത്തിൻ്റെ പേര് അണയാദീപം. കൊട്ടയുമായിട്ട് ആൾക്കാർ ചെല്ലുന്നു മീനിറക്കാൻ. അതിലും ചൂരയാണ്. ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചൂര തോട്ടപ്പള്ളിയിൽ നിന്ന് കൂടുതലായിട്ട് ചൂരയാണ്. ചൂര വീണ്ടും ചൂര വരുന്നു. ഏകദേശം 50-60 കിലോ ഒരു കൊട്ട മറിച്ചാണ്. ചൂരച്ചാകര എന്നാ മീന ചേട്ടാ? ഉടുപ്പൂരി. ആ മീൻ്റെ പേരാണ് ഉടുപ്പൂരി. 800 തരാൻ പറയും. 900 തരാൻ പറയും. 1000 തരാൻ പറയും. 11 പറയില്ല. 12 പറയില്ല. 12 പറയില്ല. 12 പറയില്ല. 13 പറയില്ല. 13 പറയില്ല. 13 പറയില്ല. 13 പറയാത്ത 13 രൂപ. 1300 രൂപ. മീൻ്റെ പേര് ഉടുപ്പൂരി. വീണ്ടും ചൂരയാണ്. വീണ്ടും ചൂര വരുന്നു. ഒരു കിലോ 145. വീണ്ടും ചൂരയാണ്. വള്ളങ്ങൾ ഏകദേശം ഒതുങ്ങിയിരിക്കുന്നു. ആകയാൽ നിർത്തുകയാണ്. ഇത്
Kerala Reels from Kottapalli Harbour. Thank you friends. Have a nice time. God bless you all. Thank you. Bye bye.